അപ്പോൾ പാർട്ടിക്കകത്ത് ജയിച്ച് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വേണം പിന്നെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ. പക്ഷേ അത് നമ്മളെക്കാൾ പഴക്കമുള്ള ജനാധിപത്യവുമാണ്. ഇവിടെ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നല്ലതാണ്. CPM-നകത്തൊക്കെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാത്തത് അതൊരു ഏകാധിപത്യ പാർട്ടിയാണ്. മുഖ്യമന്ത്രിൻ്റെ ഒരാൾ തീരുമാനിക്കുന്ന പേരുകളാണ്. ഒരു ഷാഡോ ഹെൽത്ത് മിനിസ്റ്റർ പോലെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അത് വേറെ വാഗ്ദാനമൊന്നുമല്ല. പക്ഷേ കാരണം ആരോഗ്യരംഗത്ത് എനിക്ക് പരിചയമുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനാണ്. സതീശിനൊപ്പം തന്നെ KSUവിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. കർട്ടൻ്റെ പുറകിൽ നിന്ന് കോൺഗ്രസിനെ സഹായിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ VD സതീശനും ശ്രീ KC വേണുപോലെയൊക്കെ എന്നെ ഉപയോഗിക്കുന്നത്. എവിടെയൊക്കെയാണ് നമ്മൾ പിന്നിലോട്ട് പോകുന്നത്, ആ പിന്നിലോട്ട് പോകുന്നത് നമ്മൾ തടയിടണം. അപ്പോൾ അത് ഇടതു മുന്നണി ഭരിക്കുന്നതുകൊണ്ട് എല്ലാം ശരിയാണെന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കോൺഗ്രസ് ഭരിച്ചാലും അങ്ങനെ തന്നെ. മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുള്ള ആശുപത്രിയിൽ കട്ടിൽ 2 പേര്, താഴെ 2 പേരാണ്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ രാഷ്ട്രീയ നേതാക്കൾ സീറ്റിന് വേണ്ടിയുള്ള പിടിവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലിപ്പോൾ വ്യത്യസ്തമായൊരു വാർത്ത പുറത്ത് വരികയാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ഡോക്ടർ SS ലാൽ തനിക്ക് സീറ്റ് വേണ്ട എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം ഡോക്ടർ SS ലാൽ എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. വർക്കല അടക്കമുള്ള സീറ്റുകൾ അദ്ദേഹത്തിന് മുൻപിലേക്ക് കോൺഗ്രസ് നേതൃത്വം വച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഈ പിടിവലി കൂടുന്നതല്ല, ശരിക്കും കോൺഗ്രസിന് ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളുണ്ട്. കോൺഗ്രസിന് 95 സീറ്റേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പരിഗണിക്കപ്പെടേണ്ട, സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടേണ്ട കഴിവുള്ള, നന്നായി ജയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് എത്രയോ ഇരട്ടിയാണ്. അതാണൊരു വിഷയം. രണ്ടാമത് കോൺഗ്രസ് പലരോടും ഇങ്ങനെ സാധ്യതയുള്ളവരാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു അവസാന നിമിഷത്തിൽ സീറ്റ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊരു ജനാധിപത്യ പാർട്ടിയിലെ പ്രക്രിയയാണത്. ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ ലോകത്തെ ഏറ്റവും വലിയ ഇലക്ഷനല്ലേ, അവിടെ പാർട്ടിക്കകത്ത് യുദ്ധം ചെയ്ത് പരസ്പരം എല്ലാ മോശം കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ. അപ്പോൾ അവർ മത്സരിക്കുന്നുണ്ടായാൽ തോന്നി ഇവരൊരു പാർട്ടിയാണെന്ന് സംശയം തോന്നും. അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ പാർട്ടിക്കകത്ത് ജയിച്ച് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വേണം പിന്നെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ. പക്ഷേ അത് നമ്മളെക്കാൾ പഴക്കമുള്ള ജനാധിപത്യവുമാണ്. ഇവിടെ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് താല്പര്യം കാണിക്കാതിരുന്നു വിചാരിക്കുക, എന്നെപ്പറ്റി അറിയണമെന്നില്ല. അപ്പോൾ എനിക്ക് പറയാം എനിക്ക് സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോഴാണ് പാർട്ടി എന്നെ പരിഗണിക്കുന്നത്. അതുപോലെ മറ്റൊരാളും വരും, അപ്പോൾ അവരെയും പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരുപാട് സ്ഥാനാർത്ഥി താല്പര്യമുള്ള മനുഷ്യരുണ്ടെന്ന് തോന്നിപ്പോകുന്നത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിനെയും കോൺഗ്രസ് സമ്പൂർണ്ണ ജനാധിപത്യ പാർട്ടി ആയതിൻ്റെയാണ്. പിന്നെ അപൂർവമായിട്ട് ചിലർക്കൊക്കെ ഇതൊരു അധികാരത്തിൻ്റെ അവസരമാണെന്നൊക്കെ തോന്നുന്നവരുണ്ടാകാം. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്, കോൺഗ്രസ്സിൽ കുറവാണെന്ന് തോന്നുന്നു. CPM-നകത്തൊക്കെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാത്തത് അതൊരു ഏകാധിപത്യ പാർട്ടിയാണ്. ഒരൊറ്റ ആളിരുന്ന് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പോലല്ലോ, പണ്ട് പാർട്ടി സെക്രട്ടറി ആയതൊക്കെ പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒരാൾ തീരുമാനിക്കുന്ന പേരുകളാണ്. അതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പോൾ പാർട്ടിക്കും പുറത്താവും, ചിലപ്പോൾ ആക്രമണം ഉണ്ടാകും, 51 വെട്ടി ഇങ്ങനത്തെ ലെവലിലൊക്കെ പോകും. അതുകൊണ്ട് അതൊരു പാർട്ടിയല്ല, അതൊരു ജനാധിപത്യ സംവിധാനമല്ല, അതൊരു കമ്പനിയാണ്, ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. വളരെ സ്ട്രിക്റ്റായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു കമ്പനി പോലെ ആയി മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് അങ്ങനെയല്ല, ഇങ്ങനെ ആയിരിക്കണം. ഇതുണ്ടെങ്കിലേ കോൺഗ്രസ്സിൽ ജനാധിപത്യം കൊണ്ടുവരാൻ കോൺഗ്രസ്സിനെ കഴിയുന്നുള്ളൂ. ദേശീയ തലത്തിലും അങ്ങനെയാണ്. ദേശീയ തലത്തിൽ ഒരു പ്രധാനമന്ത്രി ഉള്ളൂ, മനുഷ്യർക്ക് മന്ത്രിമാരുടെ പേര് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ്സാണ് ഈ ജനാധിപത്യം. മനുഷ്യർക്ക് എന്തുകൊണ്ട് ഒരാൾക്ക് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചുകൂടാ? ഒരു പാർട്ടി അവൻ്റെ ചിറകരിയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ അവനൊരു കേസ് കൊണ്ടൊന്ന് ഭീഷണിപ്പെടുന്നത് ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് യഥാർത്ഥത്തിൽ ഈ പാർട്ടി രാഷ്ട്രീയം അതുപോലെ ജനാധിപത്യം അനുവദിക്കുന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ എന്നെ പരിഗണിച്ചിരുന്നത് വർക്കല സീറ്റിലാണ്. അപ്പോൾ അവിടെ വേറെയും താല്പര്യമുള്ളവരും എന്നെപ്പോലും അല്ല എന്നേക്കാൾ മെച്ചപ്പെട്ട പശ്ചാത്തലമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരായി മാറിയപ്പോൾ ഞാനങ്ങ് മാറിക്കഴിഞ്ഞാൽ മറ്റേ സ്ഥാനാർത്ഥിക്ക് കുറച്ചുകൂടെ സൗകര്യമായി. എത്രയും നേരത്തെ വർക്ക് തുടങ്ങാം. അത് കോൺഗ്രസ്സിന് ഒരു സീറ്റ് കൂടുതൽ കിട്ടാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുത്താൽ മറ്റൊരാൾക്ക് പറ്റില്ല. ഇപ്പോൾ 2 പേർക്കും അനിശ്ചിതാവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. അങ്ങനെ ആയിരിക്കണം. വർക്കല മാത്രമാണോ പരിഗണിച്ചത്? അല്ലെങ്കിൽ മറ്റു പലയിടത്തും പരിഗണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ താല്പര്യം വർക്കലയായിരുന്നു. കാരണം അമ്മയുടെ കുടുംബമൊക്കെ അവിടെയാണ്, കുടുംബക്ഷേത്രവും പിന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരുപാട് ബന്ധുക്കൾ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് വളരെ പരിചിതമായ പ്രദേശമാണ്. മുഴുവൻ റിലേറ്റീവ്സും അവിടെയാണ്. ചിറയൻകീഴ് തൊട്ട് വർക്കല മയ്യനാട് വരെയൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരുപാട് ബന്ധുക്കളും പരിചയക്കാരും
സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ 3-4 സീറ്റിലേക്ക് പരിഗണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യം പറഞ്ഞത് വർക്കലയാണ്. എനിക്ക് അവിടെ ജയിക്കാൻ കഴിയുമെന്ന് അറിയാമായിരുന്നു. ഒരു ആരോഗ്യ വിദഗ്ധൻ കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ ഈ ഒരു 10 വർഷത്തെ ആരോഗ്യ മേഖലയുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ചെല്ലാം താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് UDFൻ്റെ ഹെൽത്ത് കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു അഥവാ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായ ആ ആഴ്ച തന്നെ എന്നോട് പറഞ്ഞു, ഒരു ഷാഡോ ഹെൽത്ത് മിനിസ്റ്റർ പോലെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അത് വേറെ വാഗ്ദാനമൊന്നുമല്ല, പക്ഷേ കാരണം ആരോഗ്യരംഗത്ത് എനിക്ക് പരിചയമുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനാണ്. സതീശനൊപ്പം തന്നെ KSUവിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടറായതൊക്കെ പിന്നീടാണ്. ഡോക്ടറാകുന്നതിന് മെഡിക്കൽ വിദ്യാർത്ഥിയാകുന്നതിന് മുമ്പൊക്കെ ഞാൻ രാഷ്ട്രീയക്കാരൻ. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയർമാനായിരുന്നു ഞാൻ. കഴിഞ്ഞ 55 കൊല്ലത്തിനിടയിൽ ഞാൻ മാത്രമേ KSU ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ജയിച്ചുള്ളൂ. അപ്പോൾ അത്ര ശക്തനായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എൻട്രൻസ് ചെയ്ത് മെഡിസിന് കയറി. അവിടെ ഞാൻ മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്നു 2 വർഷം. പിന്നെ സെനറ്റ് മെമ്പറായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആദ്യത്തെ KSU നേതാവാണ് സെനറ്റിലേക്ക് വരുന്നത്, കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഞാൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ്. പിന്നെ ഡോക്ടറായി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഫഷണൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ലോകാരോഗ്യ സംഘടനയിലൊക്കെ ഒരുപാട് പല രാജ്യങ്ങളിൽ ജോലി ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം രാഷ്ട്രീയം തുടരുകയും ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ തുടരുകയും ഒരു കർട്ടന് പുറകിൽ നിന്ന് കോൺഗ്രസിനെ സഹായിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ VD സതീശനും ശ്രീ KC വേണുപോലെയൊക്കെ എന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ ഞാൻ ആരോഗ്യത്തിൻ്റെ ഹെഡാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞ് എന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് അത് KC വേണുപോൽ ചെയ്തതാണ്. പിന്നെ സതീശനാണ് എന്നെ ആരോഗ്യ കമ്മീഷൻ്റെ ചെയറാക്കിയത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെയറാക്കുന്നത് കഴിഞ്ഞ ജൂണിലാണ്. പക്ഷേ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷമായിട്ട് 5 വർഷത്തിന് പുറകോട്ട് പോകുന്നു. പക്ഷേ ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത് ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന മന്ത്രിസഭ മറിച്ചിടാനൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രി ആര് തന്നെ ആയാലും ആ മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഉൾപ്പെടെ ആരോഗ്യത്തെ ബാധിക്കും, മുഴുവൻ പേരുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അത് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോഴും നമ്മൾ സമരങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ തെറ്റാണെന്ന് പറയുമ്പോൾ മെഡിക്കൽ സമരങ്ങൾ ഞാൻ നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ് ആണെന്ന് നോക്കാതെ ലെഫ്റ്റ് ഭരിക്കുമ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലപാട് കൊണ്ടാണ്. അപ്പോൾ ഞാനൊന്നും ഒറ്റ ആളുമല്ല. ഇപ്പോൾ ഒരു കോൺക്ലേവ് നടത്തി ഞങ്ങൾ ഈ ആരോഗ്യ കമ്മീഷൻ ചെയർമാനായതിനു ശേഷം. ഒരു 300-ലധികം എക്സ്പേർട്സാണ്, ഡോക്ടർമാരല്ല, ഡോക്ടർമാരുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ടായിരുന്നു, നമ്മുടെ ആശാ വർക്കർമാരുണ്ടായിരുന്നു, അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധരുണ്ടായിരുന്നു, എക്കണോമിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലയിലുള്ള 300-ലധികം പേര് ഒരു ദിവസം മുഴുവൻ ഒരു കോൺക്ലേവിലിരുത്തി. അതിന് മുമ്പേ തുടങ്ങിയ വർക്കാണ്. അവിടെ ഒരു സമ്മറി പ്രസൻറ്റേഷൻ പോലെയായിരുന്നു. അതിനുശേഷവും തുടർന്ന് അങ്ങനെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. റിപ്പോർട്ട് അതിനിപ്പോൾ UDFൻ്റെ മാത്രമല്ല, അത് കേരളത്തിൻ്റെ വകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആരോഗ്യ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്ത് കേരളം സത്യത്തിൽ എവിടെ നിൽക്കുന്ന ഒരു പഠനമാണ്. കേരളത്തിൻ്റെ നന്മകൾ അതുപോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അല്ല UDF ആയതുകൊണ്ട് കേരളം മോശമെന്ന് പറയാം, അങ്ങനെയല്ല. അത് വായിക്കാതെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞെങ്കിലേ ഉള്ളൂ. വായിക്കുന്നവർക്കെല്ലാം അറിയാം. എന്നെ ഒരുപാട് ഇടത് നേതാക്കൾ എന്നെ പ്രത്യേകിച്ച് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരെന്നെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. അതും ടീം വർക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ലീഡ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഒരുപാട് വിദഗ്ധർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ടീമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ നമ്പർ 1 ആണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നിലാണ്. എന്തുകൊണ്ടാണ് എൻ്റെ കാരണങ്ങൾ, ചരിത്ര പശ്ചാത്തലം ഉൾപ്പെടെ ഭൂപ്രകൃത പശ്ചാത്തലം ഉൾപ്പെടെ ഉണ്ട്. 41 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അതേതെങ്കിലും സർക്കാർ ഉത്തരവനുസരിച്ച് ഒഴുകി തുടങ്ങിയതല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പശ്ചാത്തലങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ പിന്നിലോട്ട് പോകുന്നത്, ആ പിന്നിലോട്ട് പോകുന്നത് നമ്മൾ തടയിടണം. അപ്പോൾ അത് ഇടത് മുന്നണി ഭരിക്കുന്നതുകൊണ്ട് എല്ലാം ശരിയാണെന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കോൺഗ്രസ് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില കാര്യം, ഉദാഹരണത്തിന് ആത്മഹത്യാ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് കേരളം ശിശുമരണ നിരക്കിലും മാതൃമരണ നിരക്കിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ മാതൃകയാണെന്ന് പറയുന്നതുകൊണ്ട് ആത്മഹത്യക്ക് നമ്മൾ മാതൃകയാണെന്ന് പറയാൻ പറ്റും? അല്ല. മാനസിക രോഗങ്ങൾ ഇവിടെ കൂടുതലാണ്. രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദയരോഗങ്ങളൊക്കെ വളരെ കൂടുതലാണ് കേരളത്തിൽ. കാരണം മനുഷ്യർ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. പ്രമേഹത്തിന് തലസ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ബീഹാറുകാരനോട്, നിങ്ങൾ പ്രമേഹത്തിലും രക്തസമ്മർദ്ദത്തിലും ആത്മഹത്യയിലൊക്കെ കേരളത്തെ കണ്ടുപിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് ഇത് മെച്ചപ്പെടണ്ടേ? നമുക്ക് 1,30,000 പേര് ഒരു വർഷം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മനുഷ്യരാ പോകും, ചെറുപ്പക്കാർ, കുട്ടികൾ ഉൾപ്പെടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ എല്ലാം ശരിയാണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കള്ളത്തരമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുള്ള ആശുപത്രിയിൽ കട്ടിൽ 2 പേര്, താഴെ 2 പേരാണ്. ഇതൊരു ദുരവസ്ഥയാണ്.
മനുഷ്യരാരെങ്കിലും സുഖവാസത്തിന് ആശുപത്രി വരുമോ? അവൻ്റെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ആശുപത്രി വരുന്നത്. അത് കയ്യിൽ പണമില്ലാത്തവരാണ് സർക്കാർ ആശുപത്രി വരുന്നത്. അപ്പോൾ അവനെല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? ഈ കഴിഞ്ഞ മാസം തന്നെ വെൻറ്റിലേറ്റർ കിട്ടാതെ ഞാൻ ശ്രമിച്ചിട്ടും, ഈ അവിടുത്തെ സൂപ്രണ്ടുമാരൊക്കെ എനിക്ക് കൂടെ പഠിച്ചവർ, ജൂനിയറായിട്ട് പഠിച്ചവരൊക്കെയാണ്, ഞാൻ ശ്രമിച്ചിട്ടൊരു നിവൃത്തിയില്ലാത്തൊരു ഒരാൾ വെൻറ്റിലേറ്റർ കിട്ടാൻ മരിച്ചു. വർക്കലക്കാരൻ തന്നെയാണ്, പാർട്ടിയും എൻ്റെ അല്ല, CPM കാരനാണ്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ വേദന തോന്നും. എൻ്റെ വേണ്ടപ്പെട്ട ബന്ധുവിനെ കൊണ്ട് 86-കാരന് സ്ട്രോക്കായിട്ട് വന്നിട്ട് ഞാൻ ഇടപെട്ടിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തറയിലാണ് കിടത്തുന്നത്. കുനിയാൻ വയ്യാത്ത 86-കാരന് തറയിൽ സ്ട്രോക്കായിട്ട് വന്നൊരാളെ, പക്ഷാഘാതം വന്നൊരാൾ കിടത്താൻ, ഇത് നഗ്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞവിടെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയത്. പിന്നെ പുതിയ ഡോക്ടർ ശിവപ്രസാദ് കോന്നിയിലെ പറഞ്ഞു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് മോശക്കാരാക്കാൻ പറയുന്നതല്ല. ഗവൺമെൻറ് എല്ലാം ശരിയാണെന്ന് പറയുമ്പം ഈ പാവം മനുഷ്യരെല്ലാം കൂടെ ഇരച്ച് സർക്കാർ ആശുപത്രി പോകും. അവിടെ ചെന്നാൽ സൂചി തൊട്ട് ഓപ്പറേഷൻ ഉപകരണം വരെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഇത് പറ്റുന്നില്ല മനുഷ്യരെ കൊണ്ട്. അപ്പോൾ അതിന് യഥാർത്ഥ സ്ഥിതി എന്താണെന്നാണ് ആരോഗ്യ കമ്മീഷൻ റിപ്പോർട്ട് നോക്കുന്നത്. നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടും ഭാവിയിൽ, അതിന് എത്രയോ വർഷത്തേക്ക്. കാരണം ഇത് ലിവിങ് റിപ്പോർട്ടാണ്. ഇതിൻ്റെ പുറത്ത് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. പബ്ലിക് ഡൊമൈനിലാണ്, ആർക്കും അത് വായിക്കാം. അതാണ്. അപ്പോൾ അത് കേരളത്തിന് വേണ്ടിയിട്ടാണ്, UDFന് വേണ്ടി പോലും മാത്രമല്ല, കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ പ്രശ്നങ്ങൾ നേരത്തെ മനസ്സിലാക്കി പരിഹരിച്ചു പോകാനായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഏറെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന കുറച്ചെങ്കിലും ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണ രംഗത്ത് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. കോർപ്പറേഷൻ ഇലക്ഷൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫീൽഡിൽ നിന്ന ഒരാൾ ഞാനാണ്. കാരണം ഞാനങ്ങ് മത്സരിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ ഏഷ്യ പസഫിക് ഡയറക്ടറാണ് ആരോഗ്യരംഗത്ത്. അതിൻ്റെ ജോലിയുണ്ട്. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി കീഴിൽ പ്രൊഫസറാണ്, അതിൻ്റെ ജോലിയുണ്ട്. പക്ഷെ ഇതൊക്കെ കൂടാതെ ഞാൻ രാഷ്ട്രീയ രംഗത്തുമുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷനിലൊക്കെ ഞാൻ ഫീൽഡിൽ തന്നെ എല്ലാവർക്കും വേണ്ടിയുണ്ട്. ഇത് ഇനിയും ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ 14 വയസ്സിൽ KSU ആയതാണ്. 14 വയസ്സിൽ KSU ആകുമ്പോൾ SFIക്കാർ തല്ലുന്ന കോളേജിലല്ല പഠിച്ചത്. അപ്പോൾ അത് ഭാവിയിൽ MLA ആകാനോ മന്ത്രിയാകാനോ ഒന്നും ആയിരുന്നില്ല. നമ്മുടെ രാഷ്ട്രീയമുണ്ട്. അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ കോൺഗ്രസ്സിൽ തുടരുന്നതും കോൺഗ്രസ്സിനെ ഇന്ത്യയിലെ ജനാധിപത്യം നിലനിർത്താൻ കഴിയുന്നുള്ള ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നശിക്കാൻ പാടില്ല. കോൺഗ്രസ് ഇപ്പോൾ CPMനൊക്കെ കേരളത്തിൽ മാത്രമേ പ്രാധാന്യമുള്ളൂ. കേരളം കഴിഞ്ഞ ഈ പാർട്ടികളൊന്നുമില്ല. പിന്നെ കോൺഗ്രസ്സേ ഉള്ളൂ. പ്രാദേശിക പാർട്ടികളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സാണ് ഇന്ത്യയെ മൊത്തത്തിൽ ഒരുമിച്ച് ഒറ്റ രാജ്യമായി നിലനിർത്തുന്നതിൻ്റെ ആ ഒരു സ്പിരിറ്റ് കോൺഗ്രസ്സിന് മാത്രമേ കഴിയുന്നുള്ളൂ. മറ്റ് പാർട്ടികൾ ഉണ്ടായിരിക്കും, പക്ഷേ ചെറിയ പാർട്ടികൾ, ഒരു സംസ്ഥാനത്തിനപ്പുറത്ത് പ്രസക്തിയില്ലാത്ത പാർട്ടികൾ. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരനായി തോറ്റിരുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ എല്ലാ പ്രശ്നവും നമ്മൾ വിചാരിച്ച് പരിഹരിക്കാമെന്നല്ല. പക്ഷേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി, ഇവിടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലൊക്കെ ശ്രീ വേണുഗോപാൽ, അല്ലെങ്കിൽ VD സതീശൻ, അവരൊക്കെ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഭയങ്കര റിസ്ക്കാണ്. നേതാക്കന്മാർക്ക് മാത്രമല്ല, ഒരു പ്രവർത്തകന് പോലും. ഞാൻ പറയാറുണ്ട്, ഈ പൊതുയോഗങ്ങളിൽ പറയാറുണ്ട്, ഒരാൾ നെഞ്ചത്തടിച്ച് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് അയാൾ ഭയങ്കര ധൈര്യശാലിയാണ്. കാരണം CPMൻ്റെ ആക്രമണം സഹിക്കണം, BJPയുടെ ആക്രമണം സഹിക്കണം. ഒരു നേട്ടവുമില്ല. മണ്ഡലം പ്രസിഡന്റുമാർ, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂലിപ്പണിക്ക് പോകുന്നവരാണ്. ഒരുപാട് പേര് എനിക്കറിയാം, കൂലിപ്പണി എടുത്തിട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനൊരു പാർട്ടി നിലനിൽക്കേണ്ട രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ സജീവമായിരിക്കും. ഞാൻ ഫേസ്ബുക്കിലുമൊക്കെ എഴുതിയതും പറഞ്ഞൊക്കെ സത്യമായിട്ടാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്പം നമ്മൾ നമ്മുടെ വീടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കലഹം ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ വീടാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനം ഒരുപാട് ലക്ഷങ്ങളുടെ വീടാണ്, കോടികളുടെ വീടാണ്. അപ്പോൾ മനുഷ്യരുടെ. അപ്പോൾ അതിനകത്ത് കലഹം ഉണ്ടാക്കാൻ പറ്റില്ല. കലഹം ഉണ്ടാക്കുന്ന വീടിനെതിരാണ്. ഞാൻ ആരോഗ്യരംഗത്തെ പറ്റി പറയുന്ന പോലെയാണ്. ആരോഗ്യരംഗത്തെപ്പറ്റി പ്രശ്നം പറയുമ്പോൾ ആരോഗ്യമന്ത്രിയും പലരും പറയും കേരളത്തിന് വിരുദ്ധമായി സംസാരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ചോർച്ചയുണ്ടെന്നുള്ള നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വീട് നോക്കുന്നതിനേ പറ്റുള്ളൂ. ആ ചോർച്ചയുണ്ടെന്ന് വീട്ടിൽ പറയുന്നത് വീട് രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ വീട് ചോർന്നരിച്ച് പൊളിഞ്ഞു പോകും. അതുപോലെയാണ് കോൺഗ്രസിനകത്ത് ജനാധിപത്യ പാർട്ടിയായതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം വഷളാകാതിരിക്കാൻ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാമെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാനില്ല, മറ്റുള്ളവരായിക്കോട്ടെ എന്ന് പറയുക. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ആര് സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പോൾ CPMകാർക്കുൾപ്പെടെ ഈ ഭരണം വേണ്ട, അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഒരുപാട് CPM സുഹൃത്തുക്കളുണ്ട്. അവർ പറയും ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് മാറി കിട്ടിയാൽ മതിയെന്ന്. കാരണം അവരൊക്കെ കൈവിട്ടു പോയി. ഒരു കുടുംബ ഭരണം, ഏകാധിപത്യ ഭരണം, ജനാധിപത്യ ക്രമങ്ങളില്ല. എല്ലാ വഴിക്കും പണം നഷ്ടപ്പെടുന്നു, ഖജനാവിൽ നഷ്ടപ്പെടുന്നു, ജനങ്ങളുടെ പണവും നഷ്ടപ്പെടുന്നു, പാർട്ടി ഓഫീസിൽ പണം കുന്നുകൂടുന്നു. CPM പ്രവർത്തകരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നിലെങ്ങനെയെങ്കിലും കോൺട്രാക്ട് ജോലിയിട്ട് അല്ലെങ്കിൽ പാർട്ടി ശമ്പളം. ഇതൊക്കെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട പണമാണ്. നാളത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള, നാളത്തെ കുട്ടികൾക്ക് ജോലി കൊടുക്കാനുള്ള പൈസയാണ് മുഴുവൻ ഒരു പാർട്ടി സംഭരിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് വികസന മുരടിപ്പുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സിന്
ശക്തമാകാനും UDF ഭരണം കിട്ടാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ വളരെ സജീവമായിരിക്കും. എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ 100-ലധികം സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. അത് ഇപ്പോഴത്തെ ചെറിയ തർക്കങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. കാരണം കോർപ്പറേഷൻ ഇലക്ഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോഴേ ജനം തീരുമാനിച്ചാണ്. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 100-ലധികം സീറ്റുണ്ട്. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും അവർക്ക് ഉത്തമരായ സ്ഥാനാർത്ഥികൾക്ക് അവർ നിർത്തും. പക്ഷേ 100-ലധികം സീറ്റ് കിട്ടുമെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അത് കുറയേണ്ട കാരണമില്ല. കാരണം ജനങ്ങൾ നോക്കുന്നത് കോൺഗ്രസ്, ജനങ്ങളാണ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തർക്കങ്ങൾ തീർന്നിട്ട് പെട്ടെന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാൽ ഞാൻ വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും ജനവികാരമുണ്ട്. അത് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. എന്തായാലും വർക്കല അടക്കമുള്ള 2-3 സീറ്റുകൾ ഡോക്ടർ SS ലാലിന് മുൻപിലേക്ക് കോൺഗ്രസ് നേതൃത്വം വച്ചിട്ടും അതൊന്നും വേണ്ട എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് ചില നേതാക്കൾ സീറ്റിന് വേണ്ടി കടിപിടി കൂടുകയും കാല് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ സീറ്റ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.